ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, കുടല് ഹെൽത്തി ആണോ അല്ലയോ എന്ന് നോക്കുകയാണ്. ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള 5 സിംറ്റംസ്, 5 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരികയും തുടർന്ന് എങ്ങനെ നമുക്കത് പരിഹരിക്കാം എന്ന് നോക്കുകയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്താണ് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ ഉള്ള പാളി ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുക, അതായത് വലിച്ചെടുക്കുക. നമ്മുടെ വയറിൽ നിന്നും ഡൈജഷൻ കഴിഞ്ഞ് എത്തുന്ന ഭക്ഷണം നമ്മുടെ ആവശ്യത്തിനുള്ള കുടലിൽ നിന്നും ഇതേപോലെ തന്നെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ആവശ്യമില്ലാത്ത ബാക്ടീരിയാസ്, മോശമായ കാര്യങ്ങൾ, വേസ്റ്റ്, ടോക്സിൻസ് ഇതൊക്കെ പുറന്തള്ളാനും നമ്മുടെ കുടലിന് കഴിയണം. അത് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഈ ഉള്ളിലുള്ള പാളിയാണ്. ഈ പാളികൾ ചെറിയ രീതിയിൽ ക്രാക്ക്, എന്തെങ്കിലും രീതിയിലുള്ള ഒരു പൊട്ടലുകൾ വീണാൽ ഈ പറഞ്ഞ വേസ്റ്റ് ആയിട്ട് പോകേണ്ട കാര്യങ്ങൾ നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുകയും തുടർന്ന് നമുക്ക് കുറച്ചു കാലം കൊണ്ട് തന്നെ അത് ഇൻഫ്ലമേഷനായി മാറുകയും അണുബാധയായി മാറുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയെ നമ്മൾ ലീക്കി ഗട്ട് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു അവസ്ഥ തുടർന്നാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗട്ട് ഹെൽത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. പ്രധാനമായിട്ടും 5 ലക്ഷണങ്ങളാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് കാണുന്നത്. നമ്മുടെ ആദ്യത്തെ ലക്ഷണം നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ, മനസ്സിന്റെയും ശരീരത്തിന്റെയും ക്ഷീണമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനും ക്ഷീണം, അതേപോലെ ശരീരത്തിനും ക്ഷീണവും അനുഭവപ്പെടുന്നു. എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? നമുക്ക് ആവശ്യത്തിന്റെ അധികം ഉത്കണ്ഠ കാര്യങ്ങൾ ചെയ്യുന്നതിലെ, അതേപോലെ നമുക്ക് ഓർമ്മ നിൽക്കുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ക്ഷീണിതമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ഉടനെ നമുക്ക് ക്ഷീണം തോന്നുക, അധിക ദൂരം നടക്കാൻ കഴിയുന്നില്ല, ക്ഷീണം വരുന്നു, കിടക്കണം എന്ന തോന്നൽ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണവുമാണ്. ഇങ്ങനെ ഒരു ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഗട്ട് ഹെൽത്തിന്റെ കൂടി പ്രശ്നമാകാം. പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. പക്ഷെ ഈ ഒരു കാരണം നമ്മുടെ ഗട്ട് ഹെൽത്ത് കുറയുമ്പോഴും സംഭവിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ വയറിലെ ബ്ലോട്ടിംഗ് ആണ്. വയറ് വീർത്തിരിക്കുന്നു, വയറിൽ ഗ്യാസ് കയറുന്നത് പോലെ തോന്നുന്നു, ഇടയ്ക്കിടെ വയറ്റിന്ന് പോകണം എന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, അതായത് വയർ ഉറച്ചിരിക്കുന്നു, ചില സമയങ്ങളിൽ വയറിളകുന്നു, അതായത് ഡയറിയ. ഈ ഒരു സംഭവം വയറിൽ അടിക്കടി മാറി മാറി കാണിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഗട്ട് ഹെൽത്ത് മോശമാണെന്നാണ് കാണിക്കുന്നത്. ഇനി മൂന്നാമത്തേത് സന്ധിവേദന. ചില സമയങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിന്റ് പെയിന്, മസിൽ പെയിന്, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്, അതായത് കുറച്ചു നേരം വേണം നമ്മളൊന്ന് റൂട്ടിലാകാൻ. അതുവരെ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്തോ ഒരു പിടുത്തം നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടുന്നു. ഇതും ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാവുന്നതാണ്. ഇനി പ്രധാനമായിട്ടുള്ളത് സ്കിൻ കംപ്ലയിൻസ് ആണ്. എന്താണ് സ്കിൻ കംപ്ലയിൻസ്? പിമ്പിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്താ പറയുക അലർജീസ് ആയിരിക്കാം സ്കിന്നിൽ ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെ എക്സീമ, സോറിയാസിസ്, ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് വരെ ഗട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. ഇനി ഇതെല്ലാത്തിനും പുറമെ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രധാനമായിട്ടും പലതരത്തിലുള്ള അസുഖങ്ങളും വരാം. പോകുന്ന വഴിയിൽ കൂടെ പോകുന്ന വൈറസിന്റെ അറ്റാക്ക് ഉണ്ടാകാം, അതേപോലെ ചില സമയങ്ങളിൽ അലർജീസ് ഉണ്ടാകാം, പല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അസുഖം, തണുപ്പ് കഴിക്കുമ്പോൾ അസുഖം, അല്ലെങ്കിൽ തണുത്ത മഴയിൽ നടന്നു, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോബ്ലം വന്നു. ഇതൊന്നും ആദ്യകാലങ്ങളിൽ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് പറയുന്നവരിൽ ഗട്ട് ഹെൽത്തും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇനി ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, എങ്ങനെ നമുക്കിത് പരിഹരിക്കാമെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ വയറ് ശരിയാക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായത് പ്രധാനമായിട്ട് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തൈര്, മോര്, അതേപോലെ തന്നെ പല കാര്യങ്ങൾ നമുക്ക് എടുക്കാം. അതേപോലെ നമ്മുടെ ഫ്രൂട്ട്സിലാണെങ്കിൽ ബനാനാസ് കഴിക്കാം, ബെറീസ് പോലുള്ള സാധനങ്ങൾ കഴിക്കാം. വെജിറ്റബിൾസിലും ഇതേപോലെ തന്നെ നല്ല വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, ഒരുവിധം എല്ലാ കാര്യങ്ങളും നല്ലൊരു മീല് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതിൽ ശരിയായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിരിക്കണം, അതായത് ഇറച്ചി, മീൻ,
മുട്ടയുടെ ഒരു ഭാഗം വേണം. കാർബോഹൈഡ്രേറ്റ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മുടെ ഓട്സ്, മില്ലറ്റ്സ് ഇങ്ങനെ, അല്ലെങ്കിൽ ബ്രൗൺ റൈസ്, ഇതൊക്കെ ഏറ്റവും നല്ല കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളാണ്. അത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ നല്ല രീതിയിലുള്ള ഫൈബർ, അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ഹെൽത്തി മീൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ട്രെസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോർട്ടിസോൾ റെഡിയാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എക്സർസൈസ് ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. എങ്കിലും ഭക്ഷണത്തിന്റെ കൂടെ ഒരു അരമണിക്കൂർ മുൻപോ അരമണിക്കൂർ കഴിഞ്ഞോ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കാതിരിക്കുക. അല്ലാത്ത സമയങ്ങളിൽ നല്ല ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഉറക്കം പ്രോപ്പർ ആക്കുക. ഉറക്കം ഒരു 8 മണിക്കൂർ, 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. രാത്രി ലേറ്റ് നൈറ്റുള്ള ഭക്ഷണം കഴിക്കുക എന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ നമുക്ക് ആവശ്യമായത് എന്താണ്? നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതായിട്ടുള്ള ജിഞ്ചർ ടീ, അതേപോലെ മഞ്ഞൾ പാലിൽ ചെറിയൊരു വാം മിൽക്കിൽ കുടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഇൻഫ്ലമേഷൻ എതിർക്കുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഹെർബൽ ടീസ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി നമ്മൾ ഒഴിവാക്കേണ്ടവ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡുകൾ, എല്ലാ രീതിയിലുള്ള ബേക്കറി സാധനങ്ങൾ, അത് എല്ലാം തന്നെ പ്രോസസ്ഡ് ഫുഡുകളിൽ പെടുന്നതാണ്. അത് ഒഴിവാക്കുക. പഞ്ചസാര കൂടുതൽ അടങ്ങിയ ഷുഗറി ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക. ഡ്രിങ്ക്സ് ഒഴിവാക്കുക. പുകവലി, മദ്യപാനം പോലുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ചും ആവശ്യത്തിനും അനാവശ്യത്തിനും കഴിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു പുതിയൊരു ട്രെൻഡാണ്, ചെറിയൊരു തലവേദന വന്നു മരുന്ന് കഴിക്കുക, ചെറിയൊരു വയറുവേദന മരുന്ന് കഴിക്കുക. ഒരു രീതിയിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മൈഗ്രെയിൻ ഉള്ള ആളുകൾ, അലർജി ഉള്ള ആളുകൾ, ഹിസ്റ്റാമിനൊക്കെ ഒരുപാട് കഴിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവണത കുറയ്ക്കുക. ആവശ്യമെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട്, മൈഗ്രെയിനോ എന്തെങ്കിലും രീതിയിലുള്ള ക്രോണിക് പ്രശ്നങ്ങൾ പലതും ആയിരിക്കാമല്ലോ. ഇനി ഒന്നും വേണ്ട, നമ്മുടെ പീരീഡ്സിന്റെ കൂടെ വരുന്ന വയറുവേദന, ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം തുടരുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹോമിയോ മരുന്നുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഓരോ പ്രാവശ്യം വരുമ്പോഴും പെയിൻ കില്ലേഴ്സ് തുടങ്ങി എല്ലാ തരത്തിലുള്ള മരുന്നുകളും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതും നമ്മുടെ ഗട്ട് ഹെൽത്ത് മോശമാക്കുകയും തുടർന്ന് നമുക്ക് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പൊ പലരും പറയുന്ന പോലെ ഒബേസിറ്റി തുടങ്ങി പല കാര്യങ്ങളും ഇൻഫ്ലമേഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതൊന്ന് ഡീറ്റോക്സ് ചെയ്താൽ ശരിയാവും എന്ന് പറയുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഡീറ്റോക്സ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഈ കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക. ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബോഡി ഡീറ്റോക്സ് ചെയ്യുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുക. അതേപോലെ തന്നെ ഭക്ഷണത്തിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഗട്ട് ഹെൽത്ത് പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യുന്നത് കാണാം. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്